മാത്രമല്ല മറ്റൊരു വാർത്ത കിട്ടിയത് ഈ നവകേരള സദസ്സിന്റെ തുടർ പരിപാടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണല്ലോ ചന്തു. ഈ മുഖാമുഖം എന്ന പേരിൽ ഫെബ്രുവരി മാസം 18 മുതൽ സംവാദ പരിപാടി സംഘടിപ്പിക്കുന്നു. അതെന്ത് തരത്തിലുള്ള PR വർക്കാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നവകേരള സദസ്സ് തീർച്ചയായും ഖജനാവിലെ പണം എടുത്ത് ചെലവഴിച്ചുകൊണ്ട് മാത്രമല്ല സ്പോൺസർമാരെ കണ്ടെത്തിയെന്നൊക്കെ പറയുന്നത് പാർട്ടിക്കാണോ വ്യക്തിപരമായി നേതാക്കൾക്കാണോ അതോ സംസ്ഥാനത്തിനാണോ ഗുണം ചെയ്തത് എന്നിതുവരെ അറിയില്ല. എന്തായാലും നവകേരള സദസ്സ് ലഭിച്ച പരാതികളൊക്കെ ഏതാണ്ട് 90% കെട്ടിക്കിടക്കുകയാണ് എന്ന് നമ്മൾ മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ നൽകിയതാണ്. ഏതാണ്ട് 10 ദിവസം മുൻപാണ് തൊടുപുഴയിൽ അമ്മിണി എന്ന വയോധിക നവകേരള സദസ്സിലും പരാതി നൽകിയിട്ടും പരിഹാരമില്ലാതെ ഈ കൈവശഭൂമിക്ക് പട്ടയം വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയതൊക്കെ. അത്തരത്തിൽ നവകേരള സദസ്സിൽ ചെന്ന് പരാതി കൊടുത്തവർക്കൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാരവും കാണാത്ത സാഹചര്യത്തിൽ എന്താണ് ഈ മുഖാമുഖം എന്ന സംവാദ പരിപാടി കൊണ്ട് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM-ഉം സർക്കാരും ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു പുതിയ പരിപാടി എന്ന് തന്നെ ഈ മുഖാമുഖം പരിപാടിയെ വിശേഷിപ്പിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ മുഖാമുഖം എന്ന സംവാദ പരിപാടിയെക്കുറിച്ച് വ്യക്തമാക്കിയത്. അത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർ പരിപാടി എന്ന രീതിയിലാണ് ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സംവാദ പരിപാടികൾ വലിയ രീതിയിൽ നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സംവാദ പരിപാടി എന്ന നിലയ്ക്കാണ് ഇത് ആഹ്വാനം ചെയ്തത്. ഇതിന്റെ പണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ തുക ചെലവഴിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടൊന്നും സർക്കാർ ഇതുവരെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ഇതും സ്പോൺസർഷിപ്പിലൂടെയാണോ ഈ പരിപാടി നടത്തുന്നത് അതോ സർക്കാർ തന്നെ തുക അനുവദിക്കുന്ന പരിപാടിയാണോ എന്ന കാര്യങ്ങളിലൊന്നും ഇതുവരെ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫെബ്രുവരി 18 കോഴിക്കോടാണ് ഇതിന്റെ ആദ്യ സംവാദ പരിപാടി ആരംഭിക്കുന്നത്. അതിനുശേഷം മാർച്ച് 3 വരെ ഇത്തരത്തിൽ വിവിധ സംവാദ പരിപാടികൾ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിൽ യുവാക്കളെ പങ്കെടുപ്പിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ സംവാദങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ തുടർച്ചയായി പരിപാടികൾ സംഘടിപ്പിച്ച് മാർച്ച് 3 വരെ ഇത്തരത്തിൽ സംവാദ പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയുന്നു. ഇതിന്റെ ഒരു നേരത്തെ കേരളീയം എന്ന പരിപാടി 27 കോടിയോളം രൂപ ആദ്യം ചെലവഴിക്കുന്നു. അത്തരത്തിലൊരു വലിയ രീതിയിലുള്ള സംവാദ പരിപാടി തിരുവനന്തപുരത്ത് തന്നെ സംഘടിപ്പിക്കുകയാണ്. ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടിയായിരുന്നു. അതിനൊക്കെ ശേഷം അതിൻ്റെയൊക്കെ തുടർച്ചയായി തന്നെ ഈ മുഖാമുഖം പരിപാടിയും കാണേണ്ടിയിരിക്കുന്നു എന്ന കാര്യം സംശയമില്ലാതെ പറയാൻ കഴിയും. പക്ഷേ ഇതിന് തുക ഏത് തരത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ വിനിയോഗിക്കുക എന്ന ഒരു ചോദ്യം പ്രധാനമായിട്ടും ഉണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം ഈ ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി വരുമാനം കണ്ടെത്തും എന്ന ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിനിടയിലും സർക്കാർ ഇത്തരം PR വർക്കുകളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം വലിയ പ്രതിഷേധാത്മകമായി തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതിൽ നിന്നൊന്നും പിന്നോട്ടില്ല എന്ന ഒരു തീരുമാനത്തിൽ സർക്കാർ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. എന്തായാലും മുഖാമുഖം പരിപാടിക്ക് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഫെബ്രുവരി 18 മുതലാണ് ഇത്തരത്തിൽ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏത് തരത്തിലാണ് ഈ ഫണ്ട് വിനിയോഗം എന്ന കാര്യത്തിലൊന്നും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മറ്റൊരു കാര്യം ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ്. നവകേരള സദസ്സിൽ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് 6 ലക്ഷത്തിലധികം പരാതികൾ വന്നിട്ടുണ്ട്. ഇത് വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യേണ്ട പരാതികളാണ്. ഈ പരാതികൾ വകുപ്പുകൾക്ക് തന്നെ കൈമാറിയിട്ടുണ്ട്. ഇത് പരാതികൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗങ്ങൾ ചേർന്നു. 20ഓളം ഉന്നതതല യോഗങ്ങൾ പരാതികളുമായി ബന്ധപ്പെട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത്തരത്തിൽ 90% പരാതികളിലും തീർപ്പ് കൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പല തരത്തിൽ തീർപ്പാക്കേണ്ട പദ്ധതികളുണ്ട്. ജില്ലാ തലത്തിൽ തീർപ്പാക്കേണ്ട പരാതികളുണ്ട്, സംസ്ഥാന തലത്തിൽ തന്നെ തീർപ്പാക്കേണ്ട പരാതികളുണ്ട്. ഇനി എന്തെങ്കിലും നിയമ ഭേദഗതികൾ വരുത്തേണ്ട, അങ്ങനെ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലഭിച്ച പരാതികളെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ കെട്ടിക്കിടക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതൊരു വശത്ത് നിൽക്കുമ്പോൾ വലിയ കൊട്ടിഘോഷിച്ച് നവകേരള സദസ്സ് എന്ന ഒരു സംഭവം സംഘടിപ്പിക്കുന്നു. മന്ത്രിസഭയൊന്നാകെ കേരളത്തിലാകെ സഞ്ചരിക്കുന്നു. നാളുകൾ ഇത്ര പിന്നിട്ടിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളൊന്നും ആയിട്ടില്ല എന്നത് നവകേരള സദസ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയമായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ നവകേരള സദസ്സിന്റെ തുടർ പരിപാടികളുമായി സർക്കാർ വീണ്ടും മുന്നോട്ട് പോകുകയും ഖജനാവ് കാലിയായിരിക്കുന്ന സമയത്ത് വീണ്ടും പണം മുടക്കി ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും ഒരുങ്ങുന്നത്. ചന്ദ്രശേഖറാണ് വിശദമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.